ലൈംഗികാധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂരിന് തിരിച്ചടി. ബോബി ജയിലിൽ തുടരും. പൊതുവിടങ്ങളിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് ബോബി ചെമ്മണ്ണൂരിനോട് ഹൈക്കോടതി. എല്ലാ പൗരന്മാർക്കും ഉള്ള അവകാശം മാത്രമാണ് ബോബിക്കുമുള്ളതെന്നും അടിയന്തരമായി ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ട സാഹചര്യമില്ല എന്നും കോടതി വ്യക്തമാക്കി. ജാമ്യാപേക്ഷ ഇനി ചൊവ്വാഴ്ച പരിഗണിക്കും. തെറ്റിനി ആവർത്തിക്കില്ല എന്ന് ബോബി ചെമ്മണ്ണൂർ പറയുന്നു. കേസിൽ നിർണായകമായത് നടി ഹണി റോസിന്റെ രഹസ്യമൊഴിയെന്ന് കൊച്ചി DCP അശ്വതി ജിജി. മെയിൻ ഒരു റീസൺ ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഇനിയിപ്പം അറസ്റ്റിലായിരിക്കുന്നത്. മോശമായ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. ഒന്നും പറയാനില്ല. കോടതി ജാമ്യം നിഷേധിച്ചു. വാവിട്ട വാക്കിലെ കസ്റ്റഡി, പകലന്തിയോളം നീണ്ട നാടകീയത, മജിസ്ട്രേറ്റ് കോടതിയിലെ തിരിച്ചടി, അഴിയെണ്ണി മടുത്തതോടെ എങ്ങനെയെങ്കിലും പകൽ വെളിച്ചം കാണുക ലക്ഷ്യമിട്ടാണ് ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയിലേക്ക് ഇന്ന് എത്തിയത്. നടി ഹണി റോസിനെതിരെ ലൈംഗികാധിക്ഷേപ പരാമർശം നടത്തിയതിന് റിമാൻഡിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂർ ചൊവ്വാഴ്ച വരെ ജയിലിൽ തുടരും. അടിയന്തരമായി ജാമ്യഹർജി പരിഗണിക്കണമെന്ന ബോബിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളിയതോടെയാണ് ജയിൽവാസം നീളുന്നത്. ഇടക്കാല ജാമ്യത്തിനായി ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ ശ്രമം നടത്തിയെങ്കിലും എല്ലാ പൗരന്മാർക്കുമുള്ള അവകാശം മാത്രമാണ് ബോബിക്കും ഉള്ളതെന്നും അടിയന്തരമായി ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ട സാഹചര്യമില്ലെന്നും ഹൈക്കോടതി നിലപാടെടുത്തു. പൊതുവിടത്തിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് ബോബി ചെമ്മണ്ണൂരിനോട് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. സമാന പരാമർശങ്ങൾ ഇനി ആവർത്തിക്കില്ലെന്ന് ബോബി ചെമ്മണ്ണൂർ ഉറപ്പ് നൽകിയെങ്കിലും മറുപടി പറയാൻ സർക്കാരിന് സമയം നൽകിയ കോടതി ഹർജി പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. അപ്രതീക്ഷിത തിരിച്ചടിയാണ് ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായത്. ഇടക്കാല ജാമ്യമെങ്കിലും കിട്ടുമെന്ന് കരുതി അഭിഭാഷക പടയെ തന്നെ ഇറക്കിയെങ്കിലും ഉപദേശവും കേട്ട് തിരികെ പോരേണ്ടി വന്നു. പോലീസ് വിചാരിച്ചിടത്ത് കാര്യങ്ങൾ എത്തി. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് ഹൈക്കോടതിയിൽ ബോബി ചെമ്മണ്ണൂർ ജാമ്യാപേക്ഷ നൽകിയത്. നടിയോട് മോശമായി പെരുമാറിയിട്ടില്ല, തനിക്കെതിരെ ആരോപിക്കുന്ന കുറ്റങ്ങൾ നിലനിൽക്കുന്നതല്ലെന്നും മജിസ്ട്രേറ്റ് കോടതി താൻ ഹാജരാക്കിയ രേഖകൾ കൃത്യമായി പരിശോധിച്ചില്ലെന്നും ബോബി ചെമ്മണ്ണൂർ ജാമ്യഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇരവാദമുയർത്തിയ ബോബി ചെമ്മണ്ണൂർ നടി തന്നെ വേട്ടയാടുകയാണെന്ന് കോടതിയിൽ അറിയിക്കുകയുണ്ടായി. ഇനി ചൊവ്വാഴ്ച കേസെടുത്താൽ തന്നെ പോലീസ് നിലപാട് ഘടിപ്പിച്ചാൽ ബോബിയും അഭിഭാഷക സംഘവും കോടതി മുറിയിൽ വിയർക്കും. അതല്ല, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ജാമ്യം നിഷേധിച്ചിട്ടുള്ളൂ. ജാമ്യത്തിന് മൂവ് ചെയ്യുന്നുണ്ട്. ഇന്നും ഞായറാഴ്ചയും തിങ്കളാഴ്ചയും കാക്കനാട് ജില്ലാ ജയിലിൽ വെജിറ്റേറിയൻ ഭക്ഷണമാണ്. നാളെ മട്ടൻ കറിയും കൂട്ടിയാണ് ശാപ്പാട്. തൽക്കാലം ചൊവ്വാഴ്ച വരെ നല്ല ഭക്ഷണവും വിശ്രമവുമായി ബോബി ചെമ്മണ്ണൂരിന് അഴിയെണ്ണൽ തുടരാം. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ.